നമ്മുടെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിലോ ഒക്കെ ആർക്കെങ്കിലും കുറച്ച് ക്ലീനിങ് അല്ലെങ്കിൽ കുറച്ച് അറേഞ്ച്മെന്റ് ചെയ്ത് വെക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ റീചെക്കിങ് ഇങ്ങനത്തെയൊക്കെ സ്വഭാവങ്ങൾ കാണിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് OCD ആണെന്ന്. ഒരാളുടെ വീട് അല്ലെങ്കിൽ മുറി ക്ലീൻ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് അയാളുടെ മുറിയോ അല്ലെങ്കിൽ റൂമോ ക്ലീൻ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. OCD എന്ന് പറയുന്നത് ഞാൻ ഇന്നതുപോലെ ചെയ്തില്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആർക്കെങ്കിലും അസുഖം വരും, എന്തെങ്കിലും പ്രോബ്ലം വരും, ഇങ്ങനെയുള്ള ഇൻട്രൂസീവ് തോട്ട്സ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സ് ആണ് OCDയിൽ ഉണ്ടാകുന്നത്. ഇത് നമ്മൾ ഒബ്സഷൻസ് എന്ന് പറയും. ഒബ്സഷൻസ് വരുന്ന സമയത്ത് നമുക്കൊരു ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു ഫിയറോ അല്ലെങ്കിൽ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബിഹേവിയർ കാണിക്കും. അതായത് പിന്നെയും ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ റീചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും അറേഞ്ച്മെന്റ് ചെയ്ത് വെക്കുക. ഇങ്ങനത്തെയുള്ള ബിഹേവിയേഴ്സ് നമ്മൾ ടെമ്പററി ആയിട്ടുള്ള റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാണിക്കും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ കമ്പൽഷൻ എന്ന് പറയുന്നത്. ഈ കമ്പൽഷൻ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പേഴ്സൺ എന്താവും, ഒരു ടെമ്പററി ആയിട്ടുള്ള റിലീഫ് കിട്ടാം. പക്ഷെ എങ്കിൽ ഇത് ടെമ്പററി ആണ്. ഈ സൈക്കിൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് പോകും. ഇത് OCD എന്ന് പറയുന്നത് പല ടൈപ്സിലുണ്ട്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഡീപ്പായിട്ട്. അപ്പം ഇത് ഒരു പേഴ്സന്റെ ലൈഫിനെ എഫക്റ്റ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു പോയിന്റിൽ കൃത്യമായിട്ടുള്ള തെറാപ്പി എടുക്കേണ്ടത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്.